നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിരഞ്ജൻ ഡോക്ടറെ തകർക്കാൻ ശ്രമിച്ചതിന്റെ പിന്നില് ആ തങ്കച്ചിയാ. അവരുടെ യഥാർത്ഥ ലക്ഷ്യം നിരഞ്ജൻ ഡോക്ടറോ ക്ലിനിക്കോ ആയിരുന്നില്ല, ജയശങ്കർ സാറായിരുന്നു. സാറിനോടുള്ള ദേഷ്യം കൂടാൻ കാരണം ഞാനാണല്ലോ തങ്കച്ചിക്കെതിരെ സ്റ്റേ വാങ്ങിക്കൊടുത്തത്. പക്ഷെ എന്തിനാ ഇതിനെല്ലാം പൊന്നുമണി കൂട്ടുനിന്ന്? അതെനിക്ക് മനസ്സിലാവാത്ത. അതിന് കാരണം ക്യാഷാ, പിന്നെ അക്ഷരോടുള്ള ദേഷ്യവും. എന്തായാലും എല്ലായിടത്തും പ്രശ്നങ്ങൾ കലങ്ങി മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത് തന്നെ എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടാവും. ശരത്തിനെ വീഴ്ത്താൻ പറ്റിയാൽ എന്റെ പ്രശ്നം തീർന്നു. അത് വീഴുമല്ലോ, കോടതി അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അതുപോലെ തങ്കച്ചി വീണ നിരഞ്ജൻ ഡോക്ടറുടെ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ആ ചന്ദ്ര ഒഴിഞ്ഞ എന്റെ പ്രശ്നം കഴിഞ്ഞു. ചന്ദ്ര, ശരത്ത്, തങ്കച്ചി ഇവരാ ഓപ്പോസിറ്റ് നിൽക്കുന്ന. അതെ, ഇവര് തമ്മില് ഇപ്പൊ നല്ല കണക്ഷനുണ്ട്. തിന്മയുടെ പക്ഷത്ത് ഈ 3 പേരാണെങ്കിൽ നന്മയുടെ പക്ഷത്ത് നമ്മള് 3 പേരാ. ഞാനും ദേവികയും പിന്നെ ഡോക്ടർ നിരഞ്ജനും. നമ്മൾ ജയിച്ച ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. പക്ഷേ തോറ്റു കഴിഞ്ഞാൽ പലരുടെയും ജീവിതം നശിക്കുകയും ചെയ്യും. പിന്നെ എന്താ ഡിവോഴ്സിന്റെ കാര്യം? ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു പോയിന്റ് കൂടി വേണം. ആ പോയിന്റ് ഈ വിഷ്ണുവാണ്. എന്താണ് വിഷ്ണു ചന്ദ്രൻ തമ്മിലുള്ള ബന്ധം? അതുകൂടി ക്ലിയർ ആയാൽ ഞാൻ ഫയൽ ചെയ്യും. അവള് ഡിഫെൻഡ് ചെയ്താലോ? പരസ്പരമുള്ള ധാരണയിൽ പിരിയാന്ന് വിചാരിച്ച് ഇതുവരെ കാത്തിരുന്നില്ലേ? വല്ലതും നടന്നോ? ഇനി എന്തായാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അതിന് ശ്രമിക്കാതിരിക്കുന്നുമില്ല. എനിക്ക് പക്ഷേ പ്രതീക്ഷയൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാനാ എന്റെ തീരുമാനം. പിന്നെ ദേവിക എനിക്ക് ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. വിഷ്ണു ആരാണെന്ന് എനിക്കൊന്ന് കണ്ടുപിടിച്ചു തരണം. അത് ഞാൻ ഏറ്റു. വേഗം വേണം, ഇനി വൈകിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഞാൻ പ്രിയയോട് എത്രയും പെട്ടെന്ന് ചോദിച്ചിട്ട് വിവരം തരാം. ആ വിഷ്ണുവിന്റെ ദുരൂഹത മാറുമ്പോ കേസിന്റെ തടസ്സം മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വിഷ്ണുവും കേസും പരസ്പരം ബന്ധപ്പെട്ടായിരിക്കുന്നത്. അത് പക്ഷെ എന്റെ തോന്നലാണ്. എന്നാലും അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് സംശയിച്ചതാ, നിരഞ്ജൻ എന്തിനാ ഇങ്ങനൊരു ക്ലിനിക്ക് ഇടുന്നതെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. മയക്കുമരുന്ന് കച്ചവടം നടത്താനേ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ലല്ലോ. ഡോക്ടർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താവും രോഗികളുടെ അവസ്ഥ? എനിക്ക് അപ്പോഴേ അവന് സംശയം ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു താടി നോട്ടവും ഒക്കെ. എന്നാലും പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അതിലാ സങ്കടം. അറസ്റ്റ് ചെയ്യാൻ പോയതല്ലേ മുത്തശ്ശി, അപ്പോഴല്ലേ ആ പരുന്നെന്ന് പറഞ്ഞ് ചാടി വീണത്. നിരഞ്ജനെ രക്ഷിക്കാനേ പരുന്ത് കുറ്റമേറ്റെടുത്ത, അല്ലെങ്കിൽ അവൻ അകത്തായനെ. ഈ ഡോക്ടർ സിദ്ധുവിന്റെയും കൂടെ കൂട്ടുകാരനല്ലേ? അപ്പോ ഈ കച്ചവടത്തിൽ സിദ്ധുവിനും കാണുമല്ലോ പങ്ക്. എന്താ അമ്മേ സംശയം? സിദ്ധു ഒരു വക്കീല, വെറുതെ ഒന്നും അല്ല ആ വക്കീലിനെ തന്നെ കൂട്ടുകാരനായിട്ട് വെച്ചേക്കുന്നത്. എപ്പോ ആവശ്യം വന്നാലും ഉപയോഗിക്കാവല്ലോ. അല്ല മോനെ, ആ കമ്പനിയിൽ ഇവളും ഉണ്ടായിരുന്നോ, നമ്മുടെ ദേവിക? അതാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഈ ഇടയായിട്ട് അവളുടെ രീതികളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഭയങ്കര ധാർഷ്ട്യമല്ലേ? അതങ്ങനെ വന്നു. നമ്മൾ വിചാരിച്ച ജോലി കിട്ടിയോണ്ടാന്നല്ലേ? എന്നാ അല്ല, യവന്മാരുടെ കൂട്ടാ അതിന് കാരണം. ഈ ഡ്രഗ് മാഫിയ എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ, അപ്പൊ അവളെ സൂക്ഷിക്കണമല്ലോ മോനെ. സൂക്ഷിക്കണം, പക്ഷേ പേടിക്കരുത്. നമ്മൾ പേടിച്ചു എന്നറിഞ്ഞാ അവള് തലേ കയറി നടക്കും.
മോനെ, നീ അവരുടെ ഏറ്റവും വലിയ ശത്രു. അതെനിക്കറിയാം മുത്തശ്ശി. അതുകൊണ്ടേ വളരെ സൂക്ഷിച്ച ഞാൻ നിൽക്കുന്നത്. മുത്തശ്ശിക്ക് അറിയാവോ, നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതാ എവര് ചെയ്യുന്നത്. വക്കീലും ഡോക്ടറും സർക്കാർ ഉദ്യോഗസ്ഥയും കൂടി. ഇത്തവണ രക്ഷപ്പെട്ടു, അടുത്ത തവണ കൂടുങ്ങും. അത് ഉറപ്പാ മുത്തശ്ശി. നല്ല സന്തോഷത്തിലാണല്ലോ. നിരഞ്ജൻ ഡോക്ടർക്കേ പണി കൊടുത്തതിന്റെ സന്തോഷാണോ? ഞാനോ? ഞാനെന്തിനങ്ങനെ ചെയ്യണം? അതിന് അയാളെന്റെ ശത്രുവൊന്നും അല്ലല്ലോ. അപ്പൊ ശത്രുവാണെങ്കിൽ ചെയ്യും. ശത്രുവാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. നശിപ്പിച്ചു കളയും. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ നിരഞ്ജൻ ഡോക്ടറിനെ ചതിച്ചത്? അതെനിക്ക് എങ്ങനെ അറിയാം? ചതിച്ചത് നിരഞ്ജനാണോ അതോ നിരഞ്ജൻ മറ്റുള്ളവരെയാണോ? നിരഞ്ജൻ ഡോക്ടറെ, ആ ഡോക്ടർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നത്. എടി, ഹൃദയം മാറ്റി വെക്കാൻ പോലും അറിയാവുന്ന ഒരു സർജനാ നിരഞ്ജൻ. എന്നിട്ട് ഒരു ചെറിയ ക്ലിനിക്കിലെ ഇപ്പൊ ചികിത്സ. എന്താ അതിന് കാരണം? എന്തുകൊണ്ടാ വലിയ വലിയ ആശുപത്രി ഒന്നും അയാൾക്ക് ജോലി കിട്ടാത്തത്? കയ്യിലിരിപ്പ് ശരിയല്ല. ചികിത്സയുടെ പേരിലെ മയക്കുമരുന്ന് കച്ചവടം. മിക്കവാറും ആ ക്ലിനിക്ക് പൂട്ടും. നാട്ടുകാർ പൂട്ടിക്കും. ഒരാൾ നശിക്കുന്നത് കാണുമ്പോഴേ നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലേ? നിനക്കങ്ങനെ പലതും തോന്നും. എന്തായാലും നിന്റെ ഏട്ടത്തിയോടൊന്ന് സൂക്ഷിക്കാൻ പറ. അതെന്തിനാ ഏട്ടത്തെ സൂക്ഷിക്കേണ്ടത്? ഇതേ മയക്കുമരുന്ന് കേസാ. നല്ല അന്വേഷണം ഉണ്ടാവും. നിരഞ്ജന്റെ വരിയക്കാരെ മുഴുവനും പോലീസുകാർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ലിസ്റ്റിലെ അവരും പെടുമല്ലോ. ദേവിക. അതിനേക്കാൾ സൂക്ഷിക്കേണ്ടത് ആ മയക്കുമരുന്ന് അവിടെ കൊണ്ട് വെച്ചവരല്ലേ? വെച്ചവരും പെടും, വെപ്പിച്ചവരും പെടും. എനിക്കൊരു പേടിയില്ല. ഈ കേസിലെ ഞാൻ നിരപരാധിയാ. തെറ്റെയ്യുന്ന എല്ലാരും ഇത് തന്നെയാ പറയാറ്. പിന്നെ അതങ്ങ് മാറിക്കോളൂ. പോലീസേ അതങ്ങ് മാറ്റിക്കോളൂ. നിനക്ക് എന്നെ സംശയമുണ്ടോ? സംശയമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനലാ നിങ്ങള്. ആര് വേണമെങ്കിലും നിങ്ങൾ നശിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് തന്നെയായിരുന്നു കല്യാണത്തിന് അമ്പലത്തിന് മുന്നിൽ വരുന്നവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങളുടെ കയ്യില് എന്നേക്കുമായിട്ട് വിലങ്ങ് വീഴണം. എങ്കിലേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കൂ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ നിങ്ങളാ. നിങ്ങൾ ഒറ്റ ഒരുത്തൻ.